സംഗീതത്തിന് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുവാനുള്ള വളരെ വലിയ കഴിവുണ്ട്. ഓരോ തരം മ്യൂസിക്കുകളും നമ്മുടെ മനസ്സിന് ഓരോ മൂഡുകൾ പ്രദാനം ചെയ്യുന്നു. മെഡിറ്റേഷൻ എല്ലാം ചെയ്യുന്ന സമയത്ത് പലരും പലതരം മ്യൂസിക്സ് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ പല ചലച്ചിത്ര ഗാനങ്ങൾ പോലും മനുഷ്യരെ പല മൂഡുകളിലേക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ആവേശമുണ്ടാവുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ ചില പാട്ടുകൾ നമ്മളിൽ പ്രണയമുണർത്തുന്നു. ചില പാട്ടുകൾ നമ്മെ ശോകമാക്കുന്നു. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യമല്ലേ? ഇതിന് ചിലപ്പോൾ ഒരു പ്രധാന കാര്യം ആ പാട്ടിലെ വരികൾ, എഴുത്തുകൾ ഇതൊക്കെ ആയിരിക്കാം. എന്നാൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു ഭാഷയിലുള്ള ഒരു പാട്ട് പോലും നമ്മെ പല മൂഡുകളിലേക്ക് നയിക്കുന്നത് കണ്ടിട്ടില്ലേ? അത്തരത്തിൽ മൂഡ് ചേഞ്ചസ് ഉണ്ടാക്കുവാൻ കാരണം എന്താണ്? ആ പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന രാഗമാണ് അതിന് കാരണം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചില സംഗീത ശാഖകൾ, ഹിന്ദുസ്ഥാനി സംഗീതം, കർണാട്ടിക് മ്യൂസിക്, ഇവയിലെല്ലാം ഓരോ രാഗങ്ങൾക്കും മനുഷ്യൻ്റെ ഓരോ മൂഡുകളെ ഉത്തേജിപ്പിക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിന് ഞാനൊരു പ്രൂഫ് തരാം. ഒരു സിനിമയുടെ ഉദാഹരണം തന്നെ എടുക്കാം. ഒരു സിനിമയിലെ ഒരു രംഗമെടുക്കുക. ആ രംഗത്തിൽ അതീവമായ ഇമോഷൻ ഉണ്ടാകുന്നുണ്ട്, ദുഃഖത്തിൻ്റെ ഇമോഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് കരുതുക. ആ രംഗം നിങ്ങൾക്ക് ആ സിനിമയിൽ നൽകുന്നത് ഒരു പ്രത്യേക തരം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ അകമ്പടിയോടുകൂടിയായിരിക്കും. ആ മ്യൂസിക് കൂടെ ചേരുമ്പോഴാണ് ആ സീനിന് അത്രയധികം വികാര തീവ്രത ഉണ്ടാക്കുവാൻ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ അതേ രംഗം സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മറ്റൊരു ഡിവൈസിൽ സന്തോഷമുണ്ടാക്കുന്ന ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതായത് അതേ വീഡിയോ വ്യത്യസ്തമായ മ്യൂസിക്കുകളിൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ രംഗം നിങ്ങൾക്ക് നൽകുന്ന വികാര തീവ്രതയിൽ വ്യത്യാസമുണ്ടായിരിക്കും, അല്ലെങ്കിൽ വ്യത്യസ്തമായ വികാരങ്ങൾ തന്നെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതായത് ഇതെല്ലാം പഠിച്ചുകൊണ്ടാണ് ഓരോ സിനിമകളും സംവിധാനം ചെയ്യുന്ന ആളുകൾ അതിന് മ്യൂസിക് ഡയറക്ഷൻ കൊടുക്കുന്നത്. മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെ ആ ഒരു രംഗത്തെ അതിൽ ഉദ്ദേശിക്കുന്ന ഇമോഷൻ്റെ ഏറ്റവും വലിയ തീവ്രതയോടുകൂടെ നിങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴേക്കും പലതരം ഇമോഷനുകളിലൂടെ നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഭയപ്പെടുത്തുന്ന സിനിമകളുണ്ടല്ലോ, ജുറാസിക് പാർക്ക് പോലെയൊക്കെയുള്ള സിനിമകൾ. ഈ സിനിമകളിൽ അവർ നൽകുന്ന ആ സൗണ്ട് എഫക്ട്സ് എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയൊന്നും പേടിയുണ്ടാവുകയില്ല. ദൃശ്യത്തിനോടൊപ്പം നൽകുന്ന സംഗീതത്തിൻ്റെ അകമ്പടിയും സൗണ്ട് ഇഫക്ട്സുമാണ് നിങ്ങളുടെ മനസ്സിനെ പ്രത്യേക അവസ്ഥകളിലേക്ക് കൊണ്ടുപോകുന്നത്. ശരി, ഉദാഹരണമെല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ സംഗീതങ്ങൾക്കും നമ്മുടെ മനസ്സിൽ ഓരോ തരത്തിലുള്ള മൂഡ് ഉണ്ടാക്കുവാനുള്ള കഴിവുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു സംഭവം പറഞ്ഞിട്ട് തിരിച്ചു വരാം. ഒരിക്കൽ ഒരു പ്രണയ നൈരാശ്യം ബാധിച്ച ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. അവരുടെ പ്രണയം ബ്രേക്കപ്പായി. വളരെ വലിയ ദുഃഖത്തിൽ ആഴ്ന്നു കിടക്കുകയാണ് ആ വ്യക്തി. ആ വ്യക്തിയുടെ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയുന്നേയില്ല. ഒരുപാട് സംസാരിച്ചതിന് ശേഷം ഞാനൊരു പ്രത്യേക പോയിന്റിൽ വെച്ച് ആ വ്യക്തിയുടെ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ പ്രണയ നൈരാശ്യം ഫീൽ ചെയ്യിപ്പിക്കുന്ന പാട്ടുകൾ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതെ, അത്തരത്തിലുള്ള പാട്ടുകൾ തന്നെയാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം അത്തരത്തിലുള്ള നൊമ്പരപ്പെടുത്തുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് ഒറ്റ പ്രാക്ടീസാണ് കൊടുത്തത്. വരുന്ന ഒരാഴ്ചത്തേക്ക് അത്തരത്തിലുള്ള പാട്ടുകൾ കേൾക്കരുത്. അതിനു പകരം ആവേശമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന പാട്ടുകൾ മനഃപൂർവ്വം കേൾക്കുക. അതിഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അതൊന്നും ഇവിടെ വിഷയമല്ല. ആ പാട്ടുകൾ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം ആ ദുഃഖത്തിൽ നിന്ന് പുറത്തു കടക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പലർക്കും ഞാൻ ഇതേ കാര്യം തന്നെ ആവർത്തിച്ച് പരിചയപ്പെടുത്താറുണ്ട്. അതായത് ഒരു മനുഷ്യൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ മൂഡ് ഓൾറെഡി കേടുവന്ന് കിടക്കുകയാണെങ്കിൽ ആ മൂഡിനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള സംഗീതങ്ങളൊന്നും തന്നെ നമ്മൾ കേൾക്കരുത് എന്നുള്ളതാണ്. സംഗീതം നമ്മുടെ മനസ്സിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഏത് മൂഡ് ഉണ്ടാക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ച് മ്യൂസിക്കുകൾ നമ്മുടെ ചെവിയിലേക്ക് പോകുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓരോ മ്യൂസിക്കുകൾ അല്ലെങ്കിൽ ഓരോ തരം ചലച്ചിത്ര ഗാനങ്ങൾ പോലും കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ഏത് വികാരത്തെയാണ് ഉണർത്തുന്നത് എന്ന്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്. ഓരോ പ്ലേലിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. നമുക്കെല്ലാവർക്കും നല്ല മൂഡുകളാണല്ലോ ഇഷ്ടം. അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന പാട്ടുകളുടെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിക്കണം. നല്ല ഏകാന്തതയോ ശാന്തിയോ ഉണ്ടാക്കുന്ന തരം പാട്ടുകളുടെയോ മ്യൂസിക്കുകളുടെയോ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. നല്ല ഉത്സാഹവും ഉത്തേജനവും ഉണ്ടാക്കുന്ന തരത്തിലുള്ള പാട്ടുകളുടെ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ സമയത്ത് അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള മൂഡുകളാണ് ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യം തീരുമാനിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു മ്യൂസിക് നിങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്ലേ ചെയ്യുകയും ചെയ്യുക. നിങ്ങളൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ
ഈ സംഗീതത്തെ പ്ലേ ചെയ്യുക. അത് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രചോദനം നൽകുക തന്നെ ചെയ്യും. നിങ്ങൾ 5 സ്റ്റാർ ഹോട്ടലുകളിലോ അതുപോലെയുള്ള പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് അവിടെ ഒരു മൈൽഡ് ആയിട്ടുള്ള മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അവിടുത്തെ കളർ ടോൺ, അവിടുത്തെ മ്യൂസിക്കിൻ്റെ അകമ്പടി ഇതെല്ലാം ചേർന്നാണ് നമുക്കൊരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്നത്. ഒരു ഗാനമേള നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗാനങ്ങളെല്ലാം ആദ്യം പാടി അവസാനമാകുമ്പോഴേക്കും വളരെ സ്പീഡുള്ള ഗാനങ്ങളിലേക്ക് അവർ എത്തിച്ചേരുന്നത് കണ്ടിട്ടില്ലേ? അതായത് ആ ഗാനമേള ആസ്വദിക്കുവാൻ എത്തിയ നിങ്ങളെ ആ ഗാനമേളയിലേക്ക് പിടിച്ചിരുത്തുവാൻ കഴിവുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാക്കുന്ന രാഗങ്ങൾ ആദ്യം ഉപയോഗിച്ച് അവസാനം നിങ്ങളെ നൃത്തം ചെയ്യിപ്പിച്ചിട്ടേ അവിടെ നിന്ന് വിടൂ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സൈക്കോളജി പ്രവർത്തിക്കുന്നത്. ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തി മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പെല്ലാം നമ്മൾ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശൻ ചാനലിലുമൊക്കെ ഒരു പ്രത്യേകതരം വീണ ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കാറുണ്ട്. അത് രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിൻ്റെ അലകളിൽ മുഴുകിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ ദുഃഖത്തെ പ്രതിധ്വനിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണ്.